വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ട നനകിഴങ്ങാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, എൻ്റെ അമ്മ നട്ടതാണ്. ഓക്കെ, ഇത് അല്ലെങ്കിൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല, ഇപ്രാവശ്യം മാത്രം വലുത് കുറച്ചുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ആവശ്യത്തിന് മാത്രമായിട്ട് കുറച്ച് എടുത്തതേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഇതിനെ വേവിച്ച് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണോ നോക്കാം. ഓക്കെ, ഇത് ചാക്കിൽ വെച്ച് നട്ട് പൊടിപ്പിച്ചതാണ്, അല്ലാതെ പറമ്പിലൊന്നും നട്ടതല്ല. ചാക്കിൽ നോർമലി ചെടി നടുമ്പോൾ നട്ട് വളർത്തിയെടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ആദ്യം കീറി റെഡിയാക്കണം. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മളിത് പിഴുത വീഡിയോ ഇതിൽ കൂടെ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിനെയൊക്കെ കീറി സെറ്റാക്കാം. ഓക്കെ, വയസ്സാകുന്ന പിന്നെ ആയിരുന്നടാ ഇത് മക്കൾ നട്ട് നമുക്ക് തരും. ഇവിടെ വിത്താവും ചാക്കൂടെ പുളി എല്ലാം അടിച്ച് കുളിക്കണം. ബാക്കിയൊന്നുമില്ല. വലുതിനെ വീടായി അടിയിലെ ചെറുത് തറയിൽ കിടക്കുന്നു. തറയില്ല, അപ്പം താഴെ വീണു. അപ്പോൾ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എൻ്റെ ഒരുപാട് വീഡിയോകൾ ഇനി വരും. അപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോകൾ കിട്ടത്തുള്ളൂ. ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നനകിഴങ്ങാണ്. ഇത് ചെറുകിഴങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് ചെറുകിഴങ്ങുണ്ട്, നനകിഴങ്ങുണ്ട്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ചെറുകിഴങ്ങൊക്കെ കുറച്ചുകൂടി ചെറുതായിരിക്കും അല്ലേ? ഇത്രയല്ലേ ഉണ്ടാവും ചെറുകിഴങ്ങ്? ഇത്രയേ ഉണ്ടാവത്തുള്ളൂ ചെറുകിഴങ്ങ്. അപ്പോൾ ഇത് നനകിഴങ്ങാണ്. അപ്പോൾ ഇത് നമുക്കിനി വേവിക്കണമെങ്കിൽ ഇതിൻ്റെ സൈഡ് കീറി എല്ലാ കിഴങ്ങും ഇതേപോലെയുള്ള എല്ലാ കിഴങ്ങും ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് കീറി വിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. ഇതേപോലെ എല്ലാ കിഴങ്ങും ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് കീറി വിടണം. ആദ്യം മണ്ണെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം വേണം ഇത് ഇങ്ങനെ കീറി വിടാനായിട്ട്. കീറുമ്പോൾ കൈയൊക്കെ നോക്കി വേണം കീറാനായിട്ട്. ചിലപ്പോൾ കയ്യിലോട്ട് കൊണ്ടു കഴിഞ്ഞാൽ കൈ കീറിക്കൊണ്ടു നല്ല രീതിയിൽ. നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആണെങ്കിൽ കീറിക്കൊണ്ടുപോകും കൈ. അപ്പോൾ ഇത് മൊത്തം നമുക്ക് കീറിയെടുക്കാം. അപ്പോൾ എല്ലാം കീറി വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ റെഡിയാക്കാം, ഗ്യാസ്. ഓക്കെ, എടുത്തിട്ടാ. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സൈഡ് നടന്നു, ഈ സൈഡ്. ഇനി എല്ലാത്തും കിഴങ്ങും ഇതിലോട്ട് പറക്കിയിടാം. കണ്ടല്ലോ, മുറിച്ചിടാം. താഴൂല, മുറിച്ചിടട്ടെ രണ്ടായിട്ട്. അപ്പോൾ ഈ വലിയ കിഴങ്ങിനെ മാത്രം നമ്മൾ മുറിച്ചിടുകയാണ്, അല്ലാതെ വെള്ളത്തിൽ ഈ പാത്രത്തിൽ നിൽക്കൂല. എല്ലാം താന്നിട്ടുണ്ട്. നമുക്കിനി ഈ പാത്രം വെച്ച് തന്നെ അങ്ങ് മൂടി വയ്ക്കാം. ഓക്കെ, ഇനി ഇതെത്ര സമയമാവണം? അപ്പോൾ ഇതിന് 1 മണിക്കൂറോളം വേവണം. നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം.
ഇടയ്ക്കൊന്ന് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള വീഡിയോ, 1 മണിക്കൂറല്ല, അതിൻ്റെ ഇടയ്ക്ക് വേവുന്നപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മീതിരിക്കണൊക്കെ ഒന്ന് താത്ത് വെച്ച് കൊടുക്കുക, എന്നാലേ അത് കറക്റ്റായി വേവുള്ളൂ. അത് വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ വെടിച്ചു വരും ചെറുതായിട്ട്. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കിഴങ്ങനെ എടുക്കാം. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട് സാധനം. ഉണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ചൂടായിട്ടിരിക്കുകയാണ്. നന കഴുകും ഉണ്ടാ, നല്ല ചൂട് സാധനമാണ്. ഇരിക്കുന്നുണ്ടോ, ഉണ്ടാ നല്ല പുട്ട് പോലെ ഉണ്ടാ. സൂപ്പർ സാധനം എന്ന് വെച്ചാൽ സൂപ്പർ സാധനമാണ്. ഞാൻ ഒന്ന് കുറച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ. ഉപ്പ് ചെറുതായിട്ട് പിടിച്ചിട്ടുള്ളൂ. നമ്മൾ ഉപ്പിടാൻ കുറച്ച് താമസിച്ചു. നിങ്ങൾ വീട്ടിൽ വേവിക്കുമ്പോഴേക്കും ആദ്യമേ ഉപ്പിട്ട് വേവിക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ചന്തയിലൊക്കെ പോകുമ്പോൾ സാധനം കിട്ടുകയാണെങ്കിൽ, മാർക്കറ്റിലൊക്കെ ഉണ്ടാവും, നിങ്ങൾ കിട്ടുകയാണെങ്കിൽ സാധനം വാങ്ങിച്ചൊന്ന് ഉണ്ടാക്കി വെക്കണം. ഓക്കെ, സൂപ്പർ ടേസ്റ്റാണ്. ഇതൊക്കെയാണ് പണ്ടുള്ള ആൾക്കാരുടെ ആഹാരം. സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനി ഒരുപാട് വരും. ഇത് നമ്മുടെ ചിക്കൻ്റെ കൂടെ കഴിക്കാമെന്നാണ്, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോയിട്ട് പിന്നെ മുളക് ചമ്മന്തിയൊക്കെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. മുളക് ചമ്മന്തിയൊക്കെ വെച്ച് കഴിക്കാൻ സൂപ്പറായിരിക്കും ഇത്. കാന്താരി മുളക് വെച്ച്, അല്ല മറ്റേ മുളകല്ല, കാന്താരി മുളകും ഉള്ളിയൊക്കെ വെച്ച് അരച്ച് കഴിക്കാൻ സൂപ്പറായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു, ഗുഡ് ബൈ. അപ്പോൾ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, അത് മറക്കരുത്. കണ്ടിട്ട് പോകുന്ന എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് നമുക്ക് നല്ല കുറവാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്നാലേ അടുത്തടുത്ത് ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരും. ഞാൻ നിജു, ഗുഡ് ബൈ.